UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്ന് നേതൃത്വം അറിയിച്ചു. മതസാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലയിലുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 1 ലക്ഷം പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. 12,000 പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള പന്തലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയരുന്നത്. നാളെയും മറ്റന്നാളുമായി KSRTC കൂടുതൽ സർവീസ് നടത്തും. സുനിഷ അയിലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സുനിഷ. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? വിജയ് പങ്കെടുക്കുമെന്ന കാര്യത്തിലൊക്കെ ഉറപ്പായിട്ടുണ്ടോ? ശ്രുതി ഷിഹാസ്, ഏതായാലും 10 വർഷത്തിന് ശേഷമുള്ള UDFന്റെ തിരിച്ചുവരവാണ്. അതുകൊണ്ട് തന്നെ അത് ആഘോഷമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള എല്ലാ ചടങ്ങുകളും, ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ്. പക്ഷേ സെൻട്രൽ സ്റ്റേഡിയത്തിന് അകത്തേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത് എന്നത് കാണിച്ചു തരാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പ്രധാനമായും ഇപ്പോൾ UDF ക്യാമ്പ് പറയുന്നത് 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അതിൻ്റെ പന്തൽ ഒരുക്കുന്നതടക്കമുള്ള പണികളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്നൊരു 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുന്നേ എല്ലാ ക്രമീകരണങ്ങളും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിജയ് അടക്കം എത്തുമെന്നുള്ളത് തന്നെയാണ് VD സതീശൻ ക്യാമ്പ് പറയുന്നത്. ഇന്നലെ തന്നെ ക്ഷണം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ് എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം 12,000 പേർക്ക് ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ, ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന ക്രമീകരണങ്ങൾ. ഒപ്പം തന്നെ മറ്റാളുകൾക്ക്, അതായത് 1 ലക്ഷത്തിലധികം ആളുകൾക്ക് കാണാൻ കഴിയും. മറ്റിടങ്ങളിലെല്ലാം നിന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സാമൂഹിക ഈ സാംസ്കാരിക നായകരെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ ആഘോഷമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ യാത്രയ്ക്കായി ആളുകൾക്ക് ഇവിടേക്ക് എത്താനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി KSRTCയുടെ പ്രത്യേക സംവിധാനങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലൊക്കെ കാണാം നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് ഈ ആശംസയേകിക്കൊണ്ട് ഇവിടെയുള്ള യൂണിയനൊക്കെ നൽകിയിരിക്കുന്ന ഫ്ലക്സുകളാണ്. ഇതാ ഒരു ഫ്ലക്സ് ഇവിടെ കാണാം. അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ അതാ വലിയൊരു ഫ്ലക്സ്, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ ഫ്ലക്സ് കാണാൻ കഴിയും. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ, മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഈ 18ഓടുകൂടി വലിയ തിരക്കിലേക്ക് മാറുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. എല്ലാ ഈ പറയുന്നത് പോലെ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഈ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുന്നു എന്നത് തന്നെ വേണം പറയാൻ. ഏതായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ്.